EP ജയരാജൻ പറഞ്ഞിടത്ത് താൻ നിൽക്കുകയാണെന്നും അതിനപ്പുറം ഒരു കാര്യവും പറയാനില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആളുകൾ പുസ്തകം എഴുതുന്നതിനും രചന നടത്തുന്നതിനുമൊന്നും പാർട്ടിയോട് അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പുസ്തകം എഴുതിയിട്ടില്ലെന്നും പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ലെന്നും ജയരാജൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനയ്ക്ക് ഞങ്ങൾ എന്തിനാണ് ഉത്തരം പറയുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വിഷയം വേറെ ചർച്ച ചെയ്യാം. പാർട്ടി നേതാവ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് പാർട്ടി അറിയേണ്ടതുണ്ട്. എഴുതി പൂർത്തീകരിച്ചിട്ടില്ലെന്ന് ജയരാജൻ പറഞ്ഞു. എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എഴുതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞത് താൻ കേട്ടതാണ്. പിന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ എന്തിന് പുറപ്പെടുന്നു? മാധ്യമങ്ങളെല്ലാം ചേർന്ന് പാർട്ടിക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണിത്. ഏത് ബുക്സിന്റെ ഭാഗമായാലും അവർ അവരുടെ മാർക്കറ്റിംഗ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനായി പാർട്ടിക്കെതിരായി ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. ഇതുവരെ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണമൊക്കെ ഗൗരവമുള്ളതാണോ? ഗോവിന്ദൻ ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇതൊരു തിരിച്ചടി ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. EP ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ട് കാണും. ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നടത്തിയിട്ടില്ല, ഞാനിങ്ങനൊരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല, അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളും എല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അറിയില്ല, നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യത? അതും മാധ്യമത്തിൻ്റെ വേറൊരു ഭാഗമാണ്. DC ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്കിതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. ഇപ്പോഴും തന്നെ റിപ്പോർട്ടർ ചാനലിൽ MV ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? ഓരോ കാര്യങ്ങൾ എഴുതി അടിച്ചു വിടുകയാണ്. എന്നോട് പറയാനേ ഇല്ല, വർത്താനം തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്, മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടീൻ്റെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ.